നാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവകച്ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹലോ, അപ്പോൾ അച്ഛൻ്റെ പാട്ടിൽ ഇന്നത്തെ പരിപാടി തുടങ്ങി. അമ്പാടിക്ക് റെഡിയാവുന്നത് ഓണത്തിന് മുന്നേ അവന് വേണ്ടിയുള്ള ആ സ്പെഷ്യൽ സദ്യക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ ആക്കാനുള്ള കാരണം അവൻ തന്നെ പറയും. ഇത് സവിതക്കുഞ്ഞമ്മയുടെ മൂത്തവൻ സച്ചു, ഇളയവൻ വിച്ചു. ഫോട്ടോ എടുക്കുമ്പോഴാണ് അങ്ങനെ പ്ലാനൊക്കെ മാറ്റി വടക്കൻ സ്റ്റൈൽ സദ്യയാണ്. മീൻ കറി, ചിക്കൻ കറി, അവിയൽ, തോരൻ, പച്ചടി, സേമിയ പായസം. ഇത് സവിതക്കുഞ്ഞമ്മ. തീർന്നിട്ടില്ല, ഇനി ഐറ്റംസ് ഉണ്ട്. സാമ്പാർ, പരിപ്പ്, മോര് കാച്ചിയത്, സോയാബീൻ ഫ്രൈ, പപ്പടം. പിന്നെ ഇതെല്ലാം കണ്ട് കൊതിച്ചേക്കുന്ന അമ്പാടി. സദ്യക്ക് മുന്നേ വെയിറ്റ് കുറയ്ക്കുന്ന കഥ പറയുന്ന അച്ഛൻ. പിന്നെ പറ്റും. ഈ സദ്യ ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പം തന്നെ തീരുമാനമാക്കാം. എന്താ അമ്പാടി നമ്മൾ ഇത്ര നേരത്തെ ഓണം ആഘോഷിക്കുന്നത്? ഇന്ന് എന്താ, ഞാൻ നാളെ തിരിച്ചു പോകും. ബിസിയാണല്ലേ? എങ്ങോട്ട് ബിസിയാ? പുലരിയിൽ വിരിയും ആനന്ദ പല്ലവം ഇനീതു നിറയെ കൊണ്ടാടും ഉത്സവം. അഴകായി വന്നു പൊന്നാട ചാർത്തിയ ഓണം. ആനന്ദത്തേരിലായി വരവേറ്റിടും നമ്മളോണം. ഈ നെയ്യൊഴിച്ച് പരിപ്പും കൂട്ടി ഒരു പിടി പിടിച്ചാൽ ഒരു രക്ഷയില്ല. എന്നിട്ട് പപ്പടം എടുത്ത് ദാ ഇങ്ങനെ. ഇത് കേൾക്കുമ്പോൾ ചെവിക്ക് ഒരു സുഖം. അച്ഛൻ ബാക്കിൽ കരോക്കെ ടെസ്റ്റിംഗ് നടത്തുക. അതല്ലേലും അങ്ങനെ ഉണ്ണാൻ വിളിച്ചാൽ ഉടനെ വേറെ പരിപാടിക്ക് പോകും. പാട്ടും തുടങ്ങും. അമ്മ അച്ഛനും വരാൻ കുറേ സമയമുണ്ട്. അമ്മേ വരുവോ? എങ്ങനെ ഉണ്ടാ? ഓൾവേസ് അച്ഛൻ്റെ സീറ്റ് പോയി, അവിടെ പോയിരുന്നു. അമ്പാടിക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത നല്ലതൊന്നും കഴിക്കരുത് കേട്ടോ. നീ ഇഞ്ചി കടിച്ചോ? ഓക്കെ, ഞങ്ങളുടെ വീട്ടിലെ 2 സ്ത്രീരത്നങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും. ആ പായസം കൂടെ കുടിച്ചിട്ട് പറയാം. പായസം നീണ്ടുപോയതുകൊണ്ട് ഇതാണ് ബെസ്റ്റ്. നീണ്ടുപോയതല്ല, ഗ്ലാസ്സിലെടുത്ത് ഒഴിച്ചുകൊണ്ട് പറ്റിയതാണ്. പക്ഷെ സംഗതി പൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? സദ്യ ഇഷ്ടപ്പെട്ട ഇല നമ്മളിലേക്ക് മടക്കണം എന്നാണ് വെപ്പ്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഓരോരോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും. പുതിയ തലമുറയ്ക്കും ചിലതൊക്കെ ക്ലിക്കാവും. അങ്ങനെ അമ്പാടി സ്പെഷ്യൽ ഓണസദ്യ ഇവിടെ അവസാനിക്കുന്നു.